വാചാലം ഭഗവദ്ഗീതം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നീലാചല നിവാസായ നിത്യായ പരമാത്മനെ ശ്രീബലഭദ്ര സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ശ്ലോകം 7 വരെയാണ് എടുത്തത്. അപ്പൊ ഇതിലെ നിയതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അഥവാ ആരെങ്കിലും അങ്ങനെ വ്യാമോഹം കൊണ്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയുള്ള ത്യാഗമാണ്? തമോ ഗുണത്തിലുള്ള ത്യാഗമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ എന്തുകൊണ്ടാണ് നിയതകർമ്മങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് നിത്യേന ചെയ്യുന്ന കർമ്മങ്ങൾ, അത് നമുക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ, അത് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലത്തെക്കുറിച്ച് നമുക്കറിയാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് ഗുണം, പക്ഷെ എന്നറിഞ്ഞുകൊണ്ടും അത് ചെയ്യാതിരിക്കുക, അത് അങ്ങനെയുള്ള ത്യാഗം എന്ന് പറയുന്നത് തമോ ഗുണത്തിലാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് കാര്യങ്ങളെ യഥാവിധി തിരിച്ചറിയാനുള്ള നമ്മളുടെ കഴിവില്ലായ്മ, അതായത് അജ്ഞതയാണ് ഇതിലൂടെ വെളിവാക്കുന്നത്. അപ്പം ആ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷെ ഇതറിയാം നമുക്ക്, എങ്കിലും അത് ചെയ്യാനുള്ള അലസത അല്ലെങ്കിൽ മടി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വെളുപ്പിനെ എഴുന്നേൽക്കണം, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, നാമം ജപിക്കണം, ഇല്ലേ? അപ്പൊ അത് വെളുപ്പിനെ എന്ന് പറയുമ്പോൾ നല്ല എത്ര ചൂടാണെങ്കിലും ഒരു കുളിർമ ഉണ്ടാകും വെളുപ്പിനെ. അപ്പൊ എന്താ ചെയ്യുക? എല്ലാവർക്കും ഉറങ്ങാൻ താല്പര്യം, ഇല്ലേ? മൂടി പൊറിച്ച് കിടന്നുറങ്ങാന് താല്പര്യം. അപ്പൊ നാമം ജപം നമ്മൾ നീട്ടിവെക്കും. ഇത് വെളുപ്പിനെ ജപിച്ചാലുള്ള ഫലം എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മളുടെ അലസത അതിന് തടസ്സമാകുക ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? നമ്മള് തമോ ഗുണികൾ, നമ്മളുടെ ഉള്ളില് തമോ ഗുണമുണ്ട്. ആ തമോ ഗുണമാണ് നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അപ്പൊ ഇതിനെ തമോ ഗുണത്തിലുള്ള ത്യാഗമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ ഇവിടെ സന്യാസിയുടെ ധർമ്മങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകം. ദുഃഖമിത്യേവ യത് കർമ്മ കായ ക്ലേശ ഭയാത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. നിയതകർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നില്ല. അപ്പം മുമ്പുള്ള ശ്ലോകത്തില് തമോ ഗുണത്തെ കുറിച്ച് പറഞ്ഞു, തമോ ഗുണത്തിലുള്ള ത്യാഗത്തെ കുറിച്ച്. ഇപ്പൊ പറയുന്നത് എന്താണ്? രാജസമായ ത്യാഗത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങള് ക്ലേശകരമാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ട് നമ്മളത് ചെയ്യാതിരിക്കുക. അത് രാജസമായിട്ടുള്ള ത്യാഗമാണ്. ഇതിപ്പം നമ്മൾ പറഞ്ഞ പോലെ 16 മാല ജപിക്കണം, ഭഗവാനെ പോകർപ്പിക്കണം, ഇല്ലേ? പിന്നെ ശാസ്ത്രങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ നമുക്ക് മുക്തനാകാമെന്ന് നമുക്കറിയാം, പക്ഷെ എങ്കിലും നമ്മൾ ചെയ്യില്ല. അത് എന്തുകൊണ്ടാണ്? അത് രാജസമായിട്ടുള്ള ത്യാഗമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അതിലെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും, ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും. അപ്പം നമ്മൾ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആധ്യാത്മികമായിട്ട് പുരോഗതി ഉണ്ടാവും എന്ന് നമുക്കറിയാം, പക്ഷെ എങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നത് കൊണ്ട് നമ്മളത് പിന്നെ ആകാമെന്ന് നീട്ടി വെച്ചുകൊണ്ട് പോവുക. അത് രാജസമായിട്ടുള്ള ത്യാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത്തരം ത്യാഗം നമ്മളെ ഒരിക്കലും ഉന്നതിയിലേക്ക് നയിക്കില്ല, പകരം നമുക്ക് ദുഃഖങ്ങളാണ് കിട്ടുക. കൃഷ്ണാവബോധ നിഷ്ഠനായ ഒരാൾ ഫലോദിഷ്ട കർമ്മമാണെന്ന് കരുതി ധനാർജന മാർഗങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ ശ്രീല പ്രഭുപാദര ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മള് സാലറി, ശമ്പളം വാങ്ങിക്കുന്നു, അതും ഫലോദിഷ്ട പ്രവൃത്തിയാണ്. നമ്മള് ശമ്പളം കിട്ടിയില്ലെങ്കിൽ ജോലി ചെയ്യുമോ? ഇല്ല.
1 മാസം അല്ലെങ്കിൽ 2 മാസം നമുക്ക് പ്രതിഫലം കിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് ജോലിക്ക് പോവില്ല, ഇല്ലേ? അപ്പൊ അത് ഫലോദിഷ്ടമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇത്. പക്ഷെ അത് കൃഷ്ണാവബോധത്തിനായിട്ട് ആ കിട്ടുന്ന ധനം നമ്മൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതും ത്യാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രവൃത്തികൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണാവബോധത്തിന് സഹായകമായ ധനത്തെ ഉപയോഗിക്കുക. അതിരാവിലെ ഉണർന്ന് ആധ്യാത്മികമായ കൃഷ്ണാവബോധത്തെ വളർത്താനും കഴിയുമെങ്കിൽ ആ വിധ പ്രവൃത്തികളിൽ നിന്ന് ഭയന്നോ ക്ലേശമെന്ന് കരുതിയോ പിന്മാറിക്കൂടാ. ജോലി ചെയ്യുന്നതിനോടൊപ്പം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുക, അതോടൊപ്പം തന്നെ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു പങ്ക് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ള ത്യാഗം എന്താണ്? രാജസമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് അതിൽ നിന്ന് ആ ക്ലേശങ്ങൾ നേരിടണമല്ലോ എന്നുള്ള ഒരു ഭയം കൊണ്ട് അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് രാജസികമായിട്ടുള്ള ത്യാഗമായിട്ട് കണക്കാക്കുന്നു. അപ്പൊ രജോ ഗുണത്തിലുള്ള ആ കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ദുഃഖമാണ് തരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ത്യാഗത്തിന് ഒരു ഫലവും ഉണ്ടാവില്ല. അപ്പം രാജസിക ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ക്ലേശമാണ് എന്ന് കരുതി നമുക്കതിന്റെ ഫലം നമുക്ക് ആധ്യാത്മികമായിട്ട് നേട്ടം ഉണ്ടാക്കും എന്നറിഞ്ഞാലും നമ്മളത് ചെയ്യാണ്ടിരിക്കുക, അതിൽ നിന്ന് പിന്നാക്കം പോവുക. അതാണ് രാജസികമായിട്ടുള്ള ത്യാഗം എന്ന് പറയുന്നത്. ഇനിയും സാത്വികമായിട്ടുള്ള ത്യാഗത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയത്തെ അർജുന സംഘം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മത. ഹേ അർജുന, ഭൗതിക സംഘരഹിതനായും ഫലം ഉദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. അതായത് എത്ര ബുദ്ധിമുട്ട് നേരിട്ടാലും എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്ന് ഭക്തിയുടെ സേവനത്തിൽ മുന്നോട്ട് പോകുക. അതാണ് സാത്വികമായിട്ടുള്ള ത്യാഗമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പലയിടത്തും കണ്ടു ഭഗവത്ഗീതയില്ല, സാത്വികമായിട്ടുള്ള തലത്തിൽ എത്തിച്ചേരണം, അവിടെ നിന്നുകൊണ്ട് വിശുദ്ധ സത്വത്തിലേക്ക് കടക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ സാത്വികമായിട്ടുള്ള ത്യാഗം എന്ന് പറയുമ്പോൾ അതിലെ കർമ്മഫലത്തെ കുറിച്ചുള്ള ആസക്തി അല്ലെങ്കിൽ ചിന്ത വരുന്നതേ ഇല്ല. ഭഗവാൻ ഇപ്പൊ ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള, അല്ലെങ്കിൽ ഞാനാണ് കർത്താവ്, ഞാനാണ് ഭോക്താവ് എന്നുള്ള ഒരു ചിന്ത വ്യക്തിയുടെ ഉള്ളില് ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്? ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി മാത്രമാണ് വ്യക്തി പ്രവർത്തിക്കുന്നത്, സേവനം ചെയ്യുന്നത്. അത് ഇത് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്, ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടേണ്ടത് എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ കടമയാണ് ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് സാത്വികമായിട്ടുള്ള ത്യാഗമെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തിരുനാമം ജപിക്കുന്നു, ഭക്തിയുടെ സേവനം ചെയ്യുന്നു, ഇതുകൊണ്ട് മാല ജപിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാം, അല്ലെങ്കിൽ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാം എന്ന് കരുതി തിരുനാമം ജപിക്കുക, ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടില്ല. അതേസമയം നമ്മളുടെ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഇത് ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് കരുതി നമ്മൾ തിരുനാമം ജപിക്കുകയും ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ അത് സാത്വികമായിട്ടുള്ള ത്യാഗമായിട്ട് കണക്കാക്കും. ഈ മനോഭാവത്തോടെ ആവണം വിധിക്കപ്പെട്ട കർമ്മം അനുഷ്ഠിക്കുന്നത്. ഫലം ഉദ്ദേശിച്ചിട്ട് കർമ്മം ചെയ്യാൻ പാടില്ല. അതുപോലെ കർമ്മത്തിന്റെ ഗുണങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം ഒഴിഞ്ഞു നിൽക്കണം. കൃഷ്ണാവബോധനിഷ്ഠനായ ഒരാൾ ഫാക്ടറിയിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ തൊഴിലുടമയുമായോ ആ തൊഴിലുമായോ ഫാക്ടറിയിലെ മറ്റു തൊഴിലാളികളുമായോ ബന്ധം പുലർത്തുകയില്ല. കാരണം എന്താണ്? ആ വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഭഗവാൻ സ്മരണ നിലനിൽക്കുന്നുണ്ടാവാം. ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്, അതുകൊണ്ട് ആ പ്രവൃത്തിയുടെ ഫലം ഭഗവാന് സമർപ്പിക്കുകയാണ് എന്നുള്ളൊരു ഭാവം ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ ഭൗതികമല്ല, അഭൗതികമാണ്, അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടത് കണക്കാക്കുന്നു. നദ്വേഷ്ട്യ കുശലം കർമ്മ കുശലേന അനുഷജ്ജതേ ത്യാഗി സത്വസമാവിഷ്ടോ മേധാവി ഛിന്ന സംശയഃ. ഇവിടെ സാത്വികനും ബുദ്ധിമാനുമായ ത്യാഗിക്ക് അശുഭകർമ്മങ്ങളോട് വെറുപ്പോ ശുഭകർമ്മങ്ങളിൽ ആസക്തിയോ തോന്നാറില്ല. അദ്ദേഹത്തിന് കർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർന്നിരിക്കും.
നമ്മൾ 12-ാം അധ്യായത്തിൽ നമ്മൾ 12 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ തന്റെ ഭക്തൻ എങ്ങനെയാവണമെന്ന് നമുക്ക് പറയുന്നുണ്ട് ഇല്ലേ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയവച്ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി എന്ന് തുടങ്ങി ആ 20-ാമത്തെ ശ്ലോകം വരെ ഒരു ഭക്തൻ, ഭഗവത് ഭക്തൻ എങ്ങനെയായിരിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. സാത്വികനും ബുദ്ധിമാനുമായിട്ടുള്ള ത്യാഗിക്ക് അശുഭകർമ്മങ്ങളോട് വെറുപ്പോ ശുഭകർമ്മങ്ങളിൽ ആസക്തിയോ തോന്നാറില്ല. ഒന്നിനോട് ഒരു ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. സന്തോഷവും സന്താപവും ഒക്കെ ഒരേപോലെ കണക്കാക്കും. ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല. എല്ലാവരോടും സമനിലയില് പെരുമാറും ആ ഭക്തൻ. ആ കർമ്മത്തെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടിരിക്കും ആ ഭക്തനില്. കൃഷ്ണാവബോധമോ സാത്വിക ഭാവമോ ഉള്ളവർക്ക് ആരോടും വെറുപ്പുണ്ടാവില്ല. തന്റെ ശരീര ക്ലേശങ്ങളോട് പോലും നമുക്ക് എത്രയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ഭക്തിയുടെ സേവനത്തിന് മുടക്കം വരുത്തില്ല യഥാർത്ഥ ഭക്തൻ. തക്ക കാലദേശങ്ങളിൽ തങ്ങളുടെ പ്രവൃത്തിയുടെ ക്ലേശഫലങ്ങളെ ഭയപ്പെടാതവർ പ്രവർത്തിക്കും. അതുപോലെ തന്നെ റിസൾട്ടിനെ പറ്റി ആഗ്രഹിക്കില്ല. അത് എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു ചിന്തയെ ആ ഭക്തന്റെ ഉള്ളില് ഉണ്ടാവില്ല. ഏതവസ്ഥയിലും ഭഗവാന്റെ സേവനം കണ്ടിന്യൂ ചെയ്യുക, തുടർന്നു പോകുക, ഇത് മാത്രമാണ് ആ വ്യക്തിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് റിസൾട്ട് നല്ലതോ മോശമോ ആയിക്കൊള്ളട്ടെ അതിനെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയും ആ ഭക്തന് ഉണ്ടാവില്ല. ആധ്യാത്മിക അവസ്ഥയിൽ വർത്തിക്കുന്നവൻ തികഞ്ഞ ബുദ്ധിമാനാണെന്ന് അറിയണം. താൻ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് അതീതനുമായിരിക്കും. അങ്ങനെയുള്ള സാത്വികമായിട്ടുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ബുദ്ധിമാനായിരിക്കും. കാരണം എന്താണ്? തനിക്ക് വിധിക്കപ്പെട്ടതാണ് ഇത്, താൻ ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഇത് എന്നുള്ള തിരിച്ചറിവ് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഭക്തനില് ഉണ്ടായിരിക്കും. അപ്പം ആ വ്യക്തി എങ്ങനെയുള്ളതായിരിക്കും? വസ്തുക്കളെ യഥാരൂപത്തില് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും സാത്വിക തലത്തിൽ എത്തിയിട്ടുള്ള ഭക്തൻ എന്ന് പറയുന്നത്. അതായത് സ്ഥിതപ്രജ്ഞനായിരിക്കും, സ്ഥിരബുദ്ധി ഉറച്ചവനായിരിക്കും. നമ്മൾ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പല അധ്യായങ്ങളിലും പല ശ്ലോകങ്ങളിൽ കൂടി മനസ്സിലാക്കി. എന്താണ് സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാല്? ഏതവസ്ഥയിലും നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും ദുഃഖങ്ങളും സന്തോഷങ്ങളായാലും എല്ലാം ഒരേപോലെ കണക്കാക്കി തൻ്റെ മനസ്സിനെ ഭഗവാനിൽ പരിപൂർണമായിട്ട് ഉറപ്പിച്ചു നിർത്തുക. എത്ര വിപരീതമായിട്ടുള്ള പ്രതിസന്ധികൾ വന്നാലും അതില് തളരാതിരിക്കുക. ഇത് ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് കരുതി ഭഗവാന്റെ സഹായത്തോടെ അതിനെ അതിജീവിച്ച് ഭക്തിമാർഗത്തില് മുന്നോട്ട് പോകുക. ഇതാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. എപ്പോഴും ഒരേ അവസ്ഥയിലായിരിക്കും. കാലാവസ്ഥ മാറി മാറി വരുന്നത് പോലെ നമ്മളുടെ ജീവിതത്തില് ദുഃഖവും സുഖവും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല എന്ന ഭക്തന് വ്യക്തമായിട്ട് ബോധ്യമുണ്ടാവും. അങ്ങനെയുള്ളവരെയാണ് സ്ഥിതപ്രജ്ഞൻ. അവരുടെ മനസ്സും ബുദ്ധിയും എപ്പോഴും ഭഗവാനിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ചിരിക്കും. ആ തലത്തിൽ എത്തിയവരാണ് ശുദ്ധഭക്തന്മാരെന്ന് പറയുന്നത്. അവരെപ്പോഴും സാത്വികമായിട്ടുള്ള തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഫലങ്ങളെ, അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, അതിനെയൊന്നും കണക്കാക്കാറേയില്ല. എത്ര കഠിനമായ പരിസ്ഥിതിയിലും വിപരീതമായ അവസ്ഥയിലും ആ ഭക്തിയുടെ സേവനം അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അങ്ങനെയുള്ള ഭക്തന്മാര് ശ്രമിക്കുക. എന്തുകൊണ്ടാണ്? ആ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാല് ആ ഭഗവത് ജ്ഞാനം കിട്ടും എന്നുള്ള തിരിച്ചറിവ് ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അവരത് എന്തുകൊണ്ടാണ് അങ്ങനെ അനുഷ്ഠിക്കാൻ തയ്യാറാകുന്നത്? കാരണം കൃഷ്ണാവബോധം എന്ന് പറയുന്നത് അത്ര ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു മനുഷ്യന് ദുർലഭമായിട്ട് കിട്ടുന്ന അവസരമാണത് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അപ്പം അത് ഒരു തരത്തിലും ആ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. ഇതുകൊണ്ട് മാത്രമേ നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാന് സാധിക്കുകയുള്ളൂ എന്ന വ്യക്തിക്ക് നന്നായിട്ടറിയാം. അപ്പം എല്ലാവരും പറയും കൃഷ്ണാവബോധം സുസുഖം കർത്തുമവ്യയമാണ് എന്ന്. ഇല്ല, നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷേ കൃഷ്ണാവബോധം വിചാരിക്കുന്ന മാതിരി അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇല്ലേ? വെളുപ്പിനെ എഴുന്നേൽക്കുക ഒരു തപശ്ചര്യയാണിത്, ഇല്ലേ? 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തപശ്ചര്യയാണ്. അത് കഴിഞ്ഞാലോ എന്ത് നമ്മൾ ഉണ്ടാക്കിയാലോ അത് ഭഗവാൻ അർപ്പിക്കുക,
ഭഗവാൻ അർപ്പിച്ചിട്ട് ഭഗവാന്റെ ഉച്ഛിഷ്ടമാണ് നമ്മൾ ഭക്ഷിക്കുക. അതുപോലെ ശാസ്ത്രങ്ങൾ പഠിക്കുക, അതിൻ്റെ ഇടയിലെ ഭൗതികമായിട്ടുള്ള തിരക്കുകൾ വേറെ. അപ്പം ഇതിനെയൊക്കെ അതിജീവിച്ച് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എങ്കിലും നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ജീവേര സ്വരൂപേര ഹൊയ് കൃഷ്ണേര നിത്യദാസ. നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ്. അപ്പം നമ്മളുടെ യഥാർത്ഥ കടമ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്യുക, അതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടുള്ളവരെ ഇത് രണ്ടും ഒരേപോലെ, എത്ര ക്ലേശങ്ങളെ നേരിടേണ്ടി വന്നാലും ഇത് രണ്ടും പാരലലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് സാത്വികമായിട്ടുള്ള ത്യാഗം എന്ന് പറഞ്ഞത്. എന്തെല്ലാം പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ സഹിച്ചുകൊണ്ട് ഭക്തിമാർഗത്തിലെ ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുക, അതാണ് സാത്വികമായിട്ടുള്ള ത്യാഗം എന്ന് പറയുന്നത്. നഹി ദേഹഭൃത ശക്യം ത്യക്തും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗി സത്യാഗീത്യഭിധീയതേ. ഇപ്പൊ ശരീരസ്ഥനായ ജീവന് കർമ്മങ്ങളെ നിശേഷം ത്യജിക്കുക സാധ്യമല്ല. കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ചവനെ യഥാർത്ഥ ത്യാഗി എന്ന് പറയാം. നമ്മളുടെ ആത്മാവ് നമ്മളുടെ ശരീരത്തിലാണ് കുടികൊള്ളുന്നത്, ജീവാത്മാവ്. അപ്പം പ്രവൃത്തികൾ ചെയ്യുന്നത് ആരാ? ശരീരമാണ്, ജീവാത്മാവല്ല, ഇല്ലേ? പക്ഷെ ജീവാത്മാവിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് ശരീരങ്ങൾ കിട്ടുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്ത ശരീരങ്ങൾ കിട്ടുന്നത് അവനവന്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പം നമ്മളുടെ പ്രവൃത്തികളും പൂർവ്വജന്മ കർമ്മ ഫലങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മളുടെ പ്രവൃത്തികളെല്ലാം. അപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു കർമ്മവും ചെയ്യാതെ നമുക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുമോ? ഇല്ല. ഭൗതികതയിലാണെങ്കിലും ആധ്യാത്മികതയിലാണെങ്കിലും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ കർമ്മങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതില് കർമ്മം ചെയ്യുക, പക്ഷേ അതിലെ കർമ്മഫലത്തിന്റെ ആസക്തി ഉപേക്ഷിച്ചിട്ട് കർമ്മം ചെയ്യുക. ഇതിന്റെ കർമ്മഫലം എനിക്ക് എന്താ കിട്ടുക, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് റിസൾട്ട് കിട്ടും, എനിക്ക് ഗോലോകത്തിൽ പോകാൻ പറ്റുമോ, അതോ ഭൗതികതയിൽ ബന്ധനത്തിന് കാരണമാകുമോ എന്നുള്ള ചിന്തയില്ലാതെ ഭഗവാന്റെ ഭക്തിയുടെ സേവനം ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി നിറവേറ്റുക, അതാണ് ഓരോ ജീവാത്മാക്കളുടെയും കർത്തവ്യം എന്ന് പറയുന്നത്. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുകയും കർമ്മഫലങ്ങളെ ആസ്വദിക്കാതിരിക്കുകയും ഫലങ്ങളെ എല്ലാം ഭഗവാനെ സമർപ്പിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ത്യാഗി, അതായത് നിഷ്കാമ കർമ്മയോഗി. നമ്മൾ പലതവണ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? നമ്മളൊക്കെ കർമ്മികളാണ്, ഇല്ലേ? ഫലോദിഷ്ട പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഫലത്തിലുള്ള ആസക്തി ഉപേക്ഷിച്ചിട്ട് നമ്മൾ നിഷ്കാമ കർമ്മയോഗം പരിശീലിക്കണം. ആ നിഷ്കാമ കർമ്മയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കർമ്മഫലത്തിൽ ആസക്തി ഇല്ല. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം ശുദ്ധമാകുന്നു. ആ ശുദ്ധമായ ഹൃദയത്തില് ഭഗവാൻ വന്ന് വാസമർപ്പിച്ചിട്ട് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്, വെളിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഭക്തിയുടെ സേവനത്തിന്റെ മാർഗത്തിൽ നമ്മൾ വന്ന് ഉടനടി നമുക്ക് കിട്ടില്ല. സേവനം ചെയ്ത് നമ്മളുടെ ഹൃദയം ശുദ്ധമാവണം. ആ തലത്തിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഭഗവാൻ നമുക്ക് വെളിവാക്കി തരുള്ളൂ. അപ്പൊ അങ്ങനെ ഫലങ്ങളെ എല്ലാം ത്യജിച്ചിട്ട് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭക്തിയുടെ സേവനം ചെയ്യുന്നവനാണ് യഥാർത്ഥ ത്യാഗി എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിലെ പല അംഗങ്ങളും ഓഫീസുകളിലും ഫാക്ടറികളിലും മറ്റും കഠിനമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ നേടുന്ന ധനം അത്രയും അവരെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭഗവാന്റെ സേവനത്തിനായിട്ട് അവരെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തില് സന്യാസി വര്യന്മാരെന്ന് പറയുന്നത്. അപ്പം ഇവിടെ പ്രഭുപാദന് വർണ്ണാശ്രമത്തെ അടിസ്ഥാനമാക്കി സന്യാസത്തെ വിവരിക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ കണ്ട സന്യാസികൾ എന്ന് പറഞ്ഞാല് പരിത്യാഗികളാണ്, ഇല്ലേ? വൈഷ്ണവ സന്യാസിമാര്, അവര് ഭഗവാന് വേണ്ടിയാണ് തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. മനസ്സാ വാച കർമ്മണ ഭഗവാന്റെ സന്തോഷം ലക്ഷ്യമാക്കി മാത്രമാണ് അവര് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രഭുപാദര് പക്ഷേ ഗൃഹസ്ഥാശ്രമികളെയും ഒക്കെ ഇവിടെ സന്യാസിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെങ്ങനെയായിട്ടാണ് അവരെ തങ്ങളുടെ ഭൗതികമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതിനോടൊപ്പം അവര് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ത്യാഗങ്ങള്
സഹിക്കാൻ അവര്, അല്ലെങ്കിൽ ആ ക്ലേശങ്ങൾ സഹിക്കാൻ അവര് തയ്യാറായി ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ വന്ന് ആ ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെയുള്ളവരെയും സന്യാസിയായിട്ടാണ് കണക്കാക്കുന്നത്. ബ്രഹ്മചാരികളെ, ഗൃഹസ്ഥാശ്രമികളെ, അതുപോലെ വാനപ്രസ്ഥാശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ ആരാണ്? സന്യാസിമാരാണ് എന്നാണ് ശ്രീല പ്രഭുപാദർ ഇവിടെ പറയുന്നത്. കാരണം എന്താ? അവര് തങ്ങളുടെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനോടൊപ്പം ഭഗവാന്റെ കാര്യങ്ങളിൽ ഒട്ടും അല്പം പോലും അവരാരും പുറകോട്ട് പോകുന്നില്ല. ഭൗതികതയേക്കാൾ ഉപരി ഭഗവാന്റെ കാര്യങ്ങൾക്ക് അവര് സമയം കണ്ടെത്തുകയും അതിനായിട്ട് തങ്ങളുടെ ഊർജം ചെലവഴിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഭക്തിമാർഗത്തിൽ അവര് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വിശിഷ്ടാത്മാക്കളാണ് യഥാർത്ഥ സന്യാസി വര്യന്മാർ. അതുപോലെ ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? എങ്ങനെയാണ് കർമ്മഫലത്തെ ഉപേക്ഷിക്കേണ്ടത്? അതായത് ഭഗവാന്റെ സന്തുഷ്ടി ലക്ഷ്യമാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലെ കർമ്മഫലത്തിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ അല്പം പോലും ഉണ്ടാവില്ല. അതിനാണ് നിഷ്കാമ കർമ്മയോഗം പരിശീലിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എന്താണ്? നിഷ്കാമ കർമ്മയോഗമാണ്. തിരുനാമം ജപിക്കുന്നു. നമ്മൾ ഗോലോകത്തിൽ പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് ജപിച്ചാൽ ആ ഫലം നമുക്ക് കിട്ടില്ല. അതേസമയം ഇത് എൻ്റെ കടമയാണ്, എൻ്റെ കർത്തവ്യമാണ്, ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി ഞാൻ 16 മാല ജപിച്ചേ പറ്റുള്ളൂ, ഭക്തിയുടെ സേവനം ചെയ്തേ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊട്ടും ഫലേച്ഛ ഉണ്ടാവില്ല, ഫലത്തിൽ ആഗ്രഹം ഉണ്ടാവില്ല. അത് ബന്ധനത്തിന് കാരണമാകുന്നുമില്ല. അതെല്ലാം എന്താണ്? നിഷ്കാമ കർമ്മയോഗത്തിലുള്ള സേവനങ്ങളായിട്ട് മാറും. അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, എല്ലാം ഭഗവാന്റേതാണ്. ഈ സൃഷ്ടിയിൽ കാണുന്നതൊക്കെ നമ്മളുടേതല്ല, ഭഗവാന്റേതാണ്. നമ്മളത് തൽക്കാലത്തേക്ക് അതെടുത്ത് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റേത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഭഗവാന് കൂടി അത് കൊടുക്കണം, ഇല്ലേ? അതാണ് സേവനം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ശ്രീല പ്രഭുപാദർ ഏറ്റവും വലിയ ത്യാഗമായിട്ട് കണക്കാക്കുന്നത്. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഃ ഫലം ഭവത്യാത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. ഇവിടെ അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്നിങ്ങനെ 3 വിധത്തിലുള്ള കർമ്മഫലങ്ങളെയും ത്യാഗികളല്ലാത്തവർക്ക് മരണാനന്തരം അനുഭവിക്കേണ്ടി വരുന്നു. അപ്പൊ അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? അനിഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നരകം. നമ്മൾ ആരെങ്കിലും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുമോ? ആരും ആഗ്രഹിക്കില്ല. എത്ര മോശമായിട്ടുള്ള പ്രവൃത്തികൾ, തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരും നരകം എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയം വരും, ഇല്ലേ? ആരും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കില്ല. പിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്വർഗപ്രാപ്തി, ഉപരിലോകങ്ങളിൽ എത്തിച്ചേരുക. പിന്നെ മിശ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മനുഷ്യജന്മം കിട്ടി വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് വരിക. അപ്പം നരകപ്രാപ്തി, സ്വർഗ ഉപരിലോകപ്രാപ്തി, പിന്നെ മനുഷ്യജന്മ പ്രാപ്തി. ഇതിങ്ങനെ 3. ഇതൊക്കെ എന്തുകൊണ്ടാണ് വേണ്ടി വരുന്നത്? നമ്മളുടെ കർമ്മഫലങ്ങൾ കൊണ്ടാണ് നമുക്ക് നരകത്തിൽ പോകേണ്ടി വരുന്നതും സ്വർഗലോകപ്രാപ്തി കിട്ടുന്നതും മനുഷ്യജന്മം കിട്ടുന്നതുമല്ല. അപ്പൊ ഇങ്ങനെ 3 വിധത്തിലുള്ള കർമ്മഫലങ്ങളെയും ത്യാഗികളല്ലാത്തവർക്ക് മരണാനന്തരം അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ സാത്വികമായിട്ടുള്ള ത്യാഗങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും എന്ത് വരേണ്ടി വരും? ഈ ഭൗതിക ലോകത്തിൽ വന്ന് ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് ഉഴറേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മളുടെ കർമ്മഫലം അനുസരിച്ചിട്ടുള്ള ശിക്ഷ നമുക്ക് നേരിടേണ്ടി വരും. പക്ഷേ സന്യാസികൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അവര് മനസ്സാവാച കാരണം അവര് ഭഗവാന്റെ സേവനം മാത്രമാണ് അവരെ ലക്ഷ്യം വെക്കുന്നത്. അതിനായിട്ടാണ് അവരവരുടെ ആയുഷ്കാലം മുഴുവൻ അവരെ കഴിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് സന്യാസികൾക്ക് ഇങ്ങനെയുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. അതിനായിട്ട് നരകത്തിൽ പോകേണ്ടി വരുന്നില്ല, ഉപരിലോകങ്ങളിലേക്ക് പോകേണ്ടി വരുന്നില്ല, വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വരുന്നില്ല. താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെ പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണാവബോധനിഷ്ഠനായ മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലാണ്. അപ്പം നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്, ഇല്ലേ? സംബന്ധ അഭിധേയ പ്രയോജനം. അപ്പം അഭിധേയ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ബന്ധം എങ്ങനെയാണ് ആ ബന്ധത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുക.
അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന പ്രയോജനം എന്താണ്? ഭഗവത് ധാമ പ്രാപ്തിയാണ്, ഭഗവത് പ്രാപ്തിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതറിഞ്ഞ ഒരാൾ എന്താ ചെയ്യുക? എപ്പോഴും എപ്പോഴും കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ നിരതനായിരിക്കും, അല്ലെങ്കിൽ മുഴുകിയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ ജീവൻ മുക്തരാണ് എന്ന് വീണ്ടും വീണ്ടും പ്രഭുപാദർ നമ്മളെ മനസ്സിലാക്കിക്കുന്നുണ്ട്. അങ്ങനെ ജീവൻ മുക്ത ആത്മാക്കൾക്ക് ഒരിക്കലും മരണശേഷം തന്റെ കർമ്മഫലങ്ങള് ഒരു തരത്തിലും അനുഭവിക്കേണ്ടി വരുന്നില്ല. കർമ്മഫലങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടാണ് ആ ജീവൻ മുക്താത്മാക്കള് ശരീരം ഉപേക്ഷിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടു, മുൻ അധ്യായത്തിലൊരു ശ്ലോകം, യത്കരോഷി യദശ്നാസി യജ്ജുഘോഷി ദദാസി തപസ്യസ്യ കൗന്ദയ തത്കുരുഷ മതർപ്പണം. അതായത് നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് പ്രവർത്തിക്കുന്നു അതെല്ലാം എനിക്കായി കൊണ്ട് ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലേ? ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക, ഭഗവാന്റെ സന്തുഷ്ടി ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർമ്മഫലങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അവിടെ സ്വാർത്ഥത വരുന്നില്ല. എനിക്ക് അല്ലെങ്കിൽ ഞാനാണ് എൻ്റേത് എന്നുള്ള ഒരു സ്വാർത്ഥ മനോഭാവം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ എല്ലാം ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് നമ്മുടെ ഉള്ളില് നമുക്ക് ബോധ്യമുണ്ടാവണം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മരണശേഷം നമുക്ക് കർമ്മഫലങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. നമുക്ക് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഋഷികേശ സേവനം, അതായത് അന്യാഭിലാഷിത ശൂന്യ ജ്ഞാനകർമാദ്യ അനാവൃത തതോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഋഷികേശ സേവനം ഭക്തിരുത്തമം. അതായത് തതോപാധി വിനിർമുക്തം, അതായത് ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒരു ഉപാധികളും ഇല്ലാതെ നിർമ്മലമായ ഹൃദയത്തോടെ ആരെ സേവിക്കണം? ഋഷികേശ സേവനം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർമ്മഫലങ്ങളിൽ നിന്നൊക്കെ മുക്തരായി തിരിച്ചുവരവില്ലാത്ത ആ ഭഗവത് ധാമത്തിലേക്ക് എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. ഇതാണ് ശ്രീല പ്രഭുപാദര് നമ്മളെ പഠിപ്പിക്കുന്നത്. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. പഞ്ചൈതാനി മഹാബാഹോ അർജുനനെ സംബോധന ചെയ്യുന്നതാണ്. അർജുനനെ നീണ്ട കൈകളെയാണ് സൂചിപ്പിക്കുന്നത്, നീണ്ട ദീർഘമായിട്ടുള്ള കൈകള ഉള്ളവനെ. പഞ്ചൈതാനി, ഇവിടെ 5 കാരണങ്ങളാണ്. നമ്മൾ ഏത് കർമ്മം ചെയ്താലും ആ കർമ്മത്തിന് 5 കാരണങ്ങളുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് സാഖ്യയോഗത്തെ, അതായത് സാഖ്യശാസ്ത്രത്തില്, അതായത് വേദാന്തത്തിലെ കാരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 5 കാരണങ്ങൾ കൂടാതെ ഒരു കർമ്മവും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പറയും ഇത് ഞാനാ ചെയ്യുന്നത് എന്ന്. പക്ഷെ നമ്മൾ അതിനെ ഒന്ന് സാഖ്യയോഗികളെ വിശകലനം ചെയ്യുന്ന മാതിരി നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. അപ്പം നമുക്ക് മനസ്സിലാകും ഇതൊന്നും നമ്മളല്ല ചെയ്യുന്നത്, ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യം വരും. അതേക്കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിന് എന്തുണ്ട്? അതിന് കർമ്മഫലങ്ങളുണ്ട്, ഇല്ലേ? നമുക്കറിയാം ലോ ഓഫ് കർമ്മ, എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ നല്ലതായാലും മോശമായാലും നമ്മൾ അത് അനുഭവിച്ചേ പറ്റുള്ളൂ, ഇല്ലേ? അപ്പം അപ്പം ഒരു ചോദ്യം വരാം, എന്തുകൊണ്ടാണ് കൃഷ്ണാവബോധത്തിൽ വന്ന് പ്രവൃത്തികൾ ചെയ്താല് അത് കർമ്മഫലങ്ങളെ ബാധിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതും ഭഗവാൻ തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയുള്ളതാണ്? നമ്മളതിപ്പോ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അവിടെ സ്വാർത്ഥതയില്ല. ഞാൻ എൻ്റേതേ, അല്ലെങ്കിൽ ഇത് ഞാനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഫലം എനിക്ക് കിട്ടണം, ഞാനാണത് എൻജോയ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മനോഭാവം നമ്മളുടെ ഉള്ളിലില്ല. നമ്മൾ ആരെ മുൻനിർത്തിയാണ് കൃഷ്ണാവബോധത്തിലെ സേവനങ്ങൾ ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത്? ഭഗവാനു വേണ്ടി. അങ്ങനെ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിലുണ്ട്. ഇത് ഭഗവാനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടിയാണ് ഇത് ഞാൻ ചെയ്യുന്നത് എന്നുള്ള സ്മരണ നമ്മളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്
കർമ്മഫലങ്ങൾ നമ്മളെ ബാധിക്കാത്തത്. അപ്പം നിഷ്കാമ കർമ്മയോഗമാണ് നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്നാൽ ചെയ്യുന്നതെല്ലാം. അതിന് അല്ലാതെ നമ്മൾ സ്വാർത്ഥത വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കർമ്മഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും, കൃഷ്ണാവബോധത്തിലായാലും അല്ലെങ്കിലും. പക്ഷേ നമ്മൾ അതിൻ്റെ കർമ്മഫലം എല്ലാം ഭഗവാന് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് സേവനം ചെയ്യുന്നതെങ്കിൽ അത് എന്താണ്, തീർച്ചയായിട്ടും നമുക്കത് നിഷ്കാമ കർമ്മയോഗമത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അത് കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാകുന്നില്ല എന്നാണ് ശ്രീല പ്രഭുപാദർ ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ 5 കാരണങ്ങളുണ്ട്. കാരണത്തെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്നാൽ ഞാനാണ് കർത്താവ് എന്നുള്ള ഭാവം, കർത്താഹമിതി മന്യതേ, ഞാനാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എൻ്റേതാണ് എന്നുള്ള ഒരു സ്വാർത്ഥ മനോഭാവം, അഹം എന്ന ഭാവം നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിക്കുന്നത്? കൃഷ്ണാവബോധത്തിൽ വരുന്ന ഓരോ ജീവാത്മാക്കൾക്കും അറിയാം ഇതെല്ലാം ഭഗവാന്റേതാണ്, ഭഗവാനാണ് ഈ സേവനം ചെയ്യാൻ നമുക്ക് അവസരം തരുന്നത് എന്ന് ഉത്തമ ബോധ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു, നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്താലും ഓം തത് സത് അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ കർമ്മഫലം അവിടെ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ തീർത്തും മനസ്സിലാക്കി അത് ഭഗവാനെ പരിപൂർണമായിട്ട് സമർപ്പണം ചെയ്തിരിക്കുന്നു എന്ന് അങ്ങനെ ഉച്ചരിക്കുകയാണെങ്കിൽ അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇല്ലേ? ഇവിടെ ഈ ശ്ലോകത്തിൽ അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ മുഖ്യ കർത്താവ് ആരാണ്? ഭഗവാൻ തന്നെയാണ് മുഖ്യ കർത്താവ് എന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യമാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എങ്ങനെ? പൂർവ കർമ്മ ഫലത്തിന് അനുസൃതമായിട്ട്, ഭൗതികമായാലും ആധ്യാത്മികമായാലും നമ്മളുടെ മുജ്ജന്മ കർമ്മത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് പ്രവൃത്തികൾ കിട്ടുന്നത്. അത് നമ്മളുടെ മിടുക്കുകൊണ്ടല്ല, ഭഗവാൻ നമ്മളോട് കാണിക്കുന്ന കരുണയാണ്. അങ്ങനെയെങ്കിലും ഇവരുടെ പാപങ്ങളൊക്കെ തീർന്ന് അവരെൻ്റെ ധാമത്തിൽ എത്തിച്ചേരട്ടെ, അതിനുള്ള ഒരു അവസരമാണ് ഈ ഭക്തിയുടെ സേവനമെന്ന് കണക്കാക്കി അതിലെ ആ ഫലത്തിലുള്ള ആസക്തി പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് നമ്മൾ സേവനത്തിലെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടണം. അപ്പം സർവകർമ്മങ്ങൾക്കും 5 കാരണങ്ങളുണ്ടെന്നും അവയെ വിജയത്തിലെത്തിക്കാൻ ഈ കാരണങ്ങൾ 5നെയും കണക്കിലെടുക്കണമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സാഖ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭഗവാൻ അത് വിശദീകരിക്കുന്നത്. അപ്പം സാഖ്യശാസ്ത്രം അല്ലെങ്കിൽ സാഖ്യയോഗം എന്ന് പറയുന്നത് അവിടെ ജ്ഞാനമാണ് കിട്ടുന്നത്. കാരണം എന്താ? ഇപ്പൊ സാഖ്യശാസ്ത്രത്തിലെ സൃഷ്ടി എടുക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയാം, സൃഷ്ടി എടുക്കുകയാണെങ്കിൽ ആ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള 26 ഘടകങ്ങളുണ്ട്. അവരെന്ത് ചെയ്യും? ആ ഓരോ ഘടകങ്ങളെ പഞ്ചഭൂതങ്ങൾ എടുക്കുക. പഞ്ചഭൂതങ്ങൾ 5 ഉണ്ട്. 5 എന്ന് വെച്ചാൽ ഭൂമി, അഗ്നി, വായു, ജലം, ഇതെല്ലാം. ഇതിനെ ഓരോന്നിനെ എടുക്കും. ഭൂമി എടുത്തിട്ട് അതിനെ കീറി മുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നിനെയും അവര് വിശകലനം ചെയ്ത് ആ ജ്ഞാനം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് സമയം ധാരാളം എടുക്കും. ഒരുപക്ഷെ ഈ സമയം കൊണ്ട് അവർക്ക് പൂർത്തീകരിക്കാൻ അത് സാധിച്ചില്ല എന്നും വരും. അപ്പൊ ശാസ്ത്രത്തിൽ കൂടി പോയാൽ നമ്മൾ ഇതേക്കുറിച്ച് മനസ്സിലാക്കി. അഷ്ടാംഗയോഗത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ സാഖ്യയോഗത്തെ കുറിച്ചും പഠിച്ചതാണ്. സാഖ്യശാസ്ത്രകാരന്മാർക്ക് അവർക്ക് ജ്ഞാനമാണ് കിട്ടുക, ഭക്തിയല്ല അവിടെ വരുന്നത്, ജ്ഞാനമാണ്. അപ്പം ജ്ഞാനത്തിന്റെ തണ്ടാണ് സാഖ്യം എന്ന് പറയുന്നത്. അപ്പൊ വേദാന്ത ജ്ഞാനത്തിന്റെ അടുത്തുണ്ടായിട്ട് ആചാര്യന്മാരെല്ലാം അതിനെ അംഗീകരിക്കുന്നു. അപ്പം സാഖ്യയോഗികളായാലും അഷ്ടാംഗയോഗികളായാലും ഭഗവാനിലേക്ക് എത്തുന്നില്ല. അവരെ പരമാത്മ റിയലൈസേഷനിൽ വന്ന് അവരത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പുറത്തുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ അവര് സമയം കണ്ടെത്തുന്നില്ല, അവന് താല്പര്യം കാണിക്കുന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പരമാത്മാവാണ് ഏറ്റവും ശ്രേഷ്ഠം. ശ്രീ ശങ്കരൻ പോലും വേദാന്ത സൂത്രത്തെ അതേപടി സ്വീകരിക്കുന്നു. അതുകൊണ്ട് ആ പ്രാമാണികതയെയും സ്വീകരിക്കണം എന്നിവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അപ്പം എങ്ങനെ നമുക്കിതേക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മളുടെ തെളിവെന്ന് പറയുന്നത് എന്താണ്? സാധുശാസ്ത്ര ഗുരു. കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞാൽ സാധുശാസ്ത്ര ഗുരു ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നതും എന്ത് പറയുന്നതും എല്ലാം ആരെ അടിസ്ഥാനമാക്കിയിട്ടാണ്?
നമ്മളുടെ ഗുരുവിനെയും സാധു, ശാസ്ത്ര, ശുദ്ധ ഭക്തന്മാര്, നമ്മളുടെ ആചാര്യന്മാര്, പിന്നെ ശാസ്ത്രങ്ങളെ ഇതിനെ അടിസ്ഥാനമാക്കി മാത്രമേ നമുക്ക് എന്തും പ്രവർത്തിക്കാനും നമുക്ക് സംസാരിക്കാനും സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം അപരാധമായിട്ട് മാറും. അപ്പം ഈ 3 കാര്യങ്ങൾ സാധു, ശാസ്ത്ര, ഗുരു, ഇതാണ് ആധ്യാത്മിക കൃഷ്ണാവബോധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്യന്തികമായ നിയന്ത്രണം പരമാത്മാവിൽ നിക്ഷിപ്തമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ സർവസ്യേചാഹം ഹൃദി സന്നിവിഷ്ടം മത്തസ്മൃതി ജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യ വേദാന്തകൃത് വേദവിദേഹജാഹം. നമുക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും മറവിയും എല്ലാം തരുന്നത് ആരാണ്? ഭഗവാനാണ്. ആ ഭഗവാനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. സർവജ്ഞാനി എന്ന് പറയുന്നത് ആരാണ്? ഭഗവാൻ മാത്രമാണ്. അപ്പൊ ആ ഭഗവാനാണ് നമ്മളുടെ ഉള്ളില് ചൈത്യ ഗുരുവായിട്ട് ഇരുന്നു കൊണ്ട് നമ്മളെ എല്ലാ കാര്യങ്ങളിലും ഭക്തിയുടെ സേവനമായാലും ഭൗതികമായാലും എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുത്തുന്നത് ആ ചൈത്യ ഗുരുവായ പരമാത്മാ ചൈതന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളുടെ മുജ്ജന്മ കർമ്മങ്ങളുടെ കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളിൽ നിക്ഷിപ്തമാക്കുന്നത്. അപ്പം ആ പരമാത്മാവിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനുള്ള സവിശേഷ ബുദ്ധി നമുക്കില്ല. അപ്പം അവിടുത്തെ ആജ്ഞപ്രകാരം നിറവേറ്റുന്ന കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളാകട്ടെ ഇഹലോകത്തിലോ പരലോകത്തിലോ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതായത് സാധു ശാസ്ത്ര ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ഇവിടെ പാപപ്രതികരണങ്ങൾ അല്ലെങ്കിൽ പുണ്യ പ്രതികരണങ്ങൾ, അതായത് കർമ്മഫലങ്ങൾ ഒന്നുമേ ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് ശ്രീല പ്രഭുപാദർ നമ്മളോട് പറയുന്നത്. അപ്പം എങ്ങനെ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് നമുക്ക് കർമ്മബന്ധനത്തിൽ പെടാതെ നമുക്ക് മുക്തരാകാൻ സാധിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? കർമ്മഫലത്തിലുള്ള ആസക്തി ഉപേക്ഷിക്കുക, പിന്നെ സാധുശാസ്ത്ര ഗുരു എന്നിവയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുക, പരിപൂർണമായിട്ട് ഭഗവാന് സമർപ്പിതരായിക്കൊണ്ട് ആധ്യാത്മിക പാതയിൽ നമ്മൾ മുന്നോട്ട് പോകുക. അപ്പം നമുക്ക് കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരായിട്ട് കർമ്മഫലങ്ങളെയൊക്കെ ഇല്ലാതാക്കി നമ്മളുടെ ഹൃദയം ശുദ്ധി കൈവരുത്തി നമുക്ക് ഭഗവത് ധാമത്തിൽ പ്രവേശിക്കാന് നമുക്ക് അവസരം കിട്ടും. അതാണ് കൃഷ്ണാവബോധത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അപ്പൊ ഇവിടെ മുൻപ് പറഞ്ഞ 5 കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അധിഷ്ഠാനം പറഞ്ഞാല് ശരീരം. എല്ലാ പ്രവൃത്തികളും നമ്മൾ ശരീരത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ശരീരത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. പിന്നെ കർമ്മം ചെയ്യുന്ന ആൾ ആരാണ്? കർമ്മം ചെയ്യുന്നത് ജീവാത്മാക്കള്, അല്ലെ? കരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ ഏത് പ്രവൃത്തിയും ചെയ്യുന്നത്. പിന്നെ നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ. ഇവിടെ ഉദ്യമം എന്ന് പറയുമ്പോൾ പരിശ്രമം ഒന്നുമല്ല, പലതരത്തിലുള്ള പ്രാണൻ, അതായത് പഞ്ചപ്രാണനുണ്ട്, ഇല്ലേ? പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, ഉദാനായ സ്വാഹ, ഇങ്ങനെ 5 തരത്തിലുള്ള പ്രാണൻ. അപ്പൊ പഞ്ചപ്രാണനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പരമാത്മാവ്. ഇതാണ് ഒരു കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ. ഈ 5 കാര്യങ്ങളും കൂടി ഒത്തെങ്കിൽ മാത്രമേ അവിടെ പ്രവൃത്തി ചെയ്യാന് ജീവാത്മാക്കൾക്ക് ആ കർമ്മം ചെയ്യാന് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ല. ഈ 5 കാര്യങ്ങൾ അവിടെ ഒത്തുചേർന്നെങ്കിൽ മാത്രമേ അത് കർമ്മമായിട്ട് മാറുള്ളൂ. അധിഷ്ഠാനം എന്നാൽ ശരീരസ്ഥനായ ആത്മാവ് കർമ്മഫലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് കർത്താവ് എന്ന് പറയുന്നു. അപ്പം പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ ശരീരം കൊണ്ടാണ്, ജീവാത്മാക്കളാണ് എന്ന് പറയാം, ഇല്ലേ? പക്ഷെ ജീവാത്മാക്കളാണോ ശരിക്കും പ്രവൃത്തി ചെയ്യുന്നതില്ല. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം മുഖ്യ കർത്താവ് ആരാണ്? ഭഗവാനാണ്. അപ്പം പക്ഷേ നമ്മൾ ഫലം ആഗ്രഹിക്കുന്നു. ജീവാത്മാവ് ഫലം ആഗ്രഹിക്കുന്നത് കൊണ്ട്, ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവൃത്തിയിൽ മുഴുകുന്നത്. അതുകൊണ്ട് ജീവാത്മാക്കളാണ് കർത്താവ് എന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രവൃത്തി ചെയ്യുന്നവൻ, അത് അറിയുന്നവൻ,
പ്രവർത്തിക്കുന്നവൻ അതാരാണ്? ജീവാത്മാവാണെന്ന് ശ്രുതിയില് പറയുന്നുണ്ട്. യേശഹി ദഷ്ടാ സൃഷ്ട എന്ന പ്രശ്നോപനിഷത്ത് ജ്ഞോത ഏവ കർത്താശാസ്ത്ര അർത്ഥവത്വാത് എന്ന വേദാന്ത സൂത്രം. അതായത് കർമ്മം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്, ഇല്ലേ? നമ്മൾ കർമ്മം ചെയ്യുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം ആരാ ചെയ്യുന്നത്? ജീവാത്മാവ് ഇന്ദ്രിയങ്ങളെ പലവിധ കർമ്മങ്ങൾക്കായിട്ട് പല തരത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കർമ്മത്തിൻ്റെയും പിന്നിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ട്, ഇല്ലേ? പരിശ്രമങ്ങളുണ്ട്. വേറെ വേറെ പരിശ്രമങ്ങളാണ്, വേറെ വേറെ ലക്ഷ്യങ്ങളാണ്. പക്ഷേ എല്ലാ പ്രവൃത്തികളും തൻ്റെ ഉള്ളിൽ സുഹൃത്തായിട്ട് നമ്മളുടെ വെൽവിഷറായിട്ട് കുടികൊള്ളുന്ന പരമാത്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടുള്ളതാണ്. പരമാത്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടല്ലാണ്ട് നമുക്ക് പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളൊരു കുന്നോളം ആഗ്രഹിച്ചെങ്കിലേ എള്ളോളം നടക്കുള്ളൂ എന്ന് പറയുന്നത്. കാരണം നമുക്കതിന് യോഗ്യത ഉണ്ടെങ്കിലേ നമ്മളുടെ ആഗ്രഹം നടക്കുള്ളൂ, ഇല്ലെങ്കിൽ അത് നമുക്ക് കിട്ടില്ല. നമ്മളുടെ കർമ്മഫലം ആ രീതിയിലാണെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കഷ്ടപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു നടന്നില്ലെങ്കിൽ പറയില്ലേ, അത് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന്. ആ പറയുന്നതിൻ്റെ പൊരുളിതാണ്, നമുക്ക് അതിനുള്ള യോഗ്യത നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം ശരിയായ രീതിയിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ, ഇല്ലെങ്കിൽ അത് നമുക്ക് കിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ആത്യന്തിക കാരണം, അൾട്ടിമേറ്റ് റീസൺ എന്ന് പറയുന്നത് ആരാണ്? കാരണക്കാരൻ, സർവകാരണമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് മുഖ്യ കർത്താവ്. ഈ നിലയിൽ ഹൃദയസ്ഥനായ പരമാത്മാവിൻ്റെ കൽപ്പന അനുസരിച്ച് കൃഷ്ണാവബോധ പ്രവർത്തനം നടത്തുന്നവർ സ്വാഭാവികമായും കർമ്മബദ്ധരല്ല. ഇപ്പൊ ഒന്നും കൂടി വ്യക്തമായില്ലേ? അപ്പം നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്ന് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്, സാധുശാസ്ത്ര ഗുരുവിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവൃത്തികൾ, സേവനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ നമ്മളെ ഭൗതികമായിട്ടുള്ള ബന്ധനത്തെ കൊടുക്കുന്നില്ല. ഇതിന് ആത്യന്തികമായി സമ്പൂർണ്ണ കൃഷ്ണാവബോധമുള്ളവർ ആത്യന്തികമായി സ്വകർമ്മങ്ങൾക്ക് ഉത്തരവാദികളല്ല. കാരണം എന്താണ്? നമ്മൾ എല്ലാ പ്രവൃത്തികളും ഭഗവാന്റെ ഇച്ഛയെ ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നത്, ഇല്ലേ? പരിപൂർണമായിട്ട് ഭഗവാനിൽ സമർപ്പിതരായിക്കൊണ്ടാണ് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നത്. അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. വരുന്നത് വരട്ടെ, എല്ലാം ഭഗവാന്റെ ഇഷ്ടം എന്നുള്ള മനോഭാവമാണ് നമുക്കൊക്കെ. അതുകൊണ്ട് നമ്മൾ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല, അതിൽ കുടുങ്ങി കിടക്കേണ്ടി വരുന്നില്ല. എല്ലാം പരമമായ ഇച്ഛയെ, പരമാത്മാവിനെ, കൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. അതാണ് ശുദ്ധഭക്തന്മാരെ ആ തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ശുദ്ധഭക്തന്മാർക്ക് ഒരു തരത്തിലും കർമ്മബന്ധങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. കർമ്മഫലങ്ങളിൽ അവർക്ക് കുടുങ്ങി കിടക്കേണ്ടി വരുന്നില്ല. ഇത് ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാം. അപ്പൊ ഇവിടെ 5 കാരണങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ശരീരമാണ്, ഇല്ലേ? ഈ ജീവാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ആത്മാവിന് ശരീരവുമായിട്ടോ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ടോ ഒന്നും ആത്മാവിന് ബന്ധമില്ല. സുഖവും ദുഃഖവും ഒന്നും ആത്മാവിനെ ബാധിക്കില്ല. പിന്നെ രണ്ടാമത്തേത് ജീവാത്മാവാണ്, പിന്നെ ഇന്ദ്രിയങ്ങൾ, പിന്നെ പ്രാണന്റെ പ്രവർത്തനം, പിന്നെ പരമാത്മാവ് എന്നിങ്ങനെ 5 ഘടകങ്ങളാണ്. ഇപ്പം നമ്മൾ ആ ഘടകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം എനിക്കിപ്പോൾ 6 മണിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഉള്ളില് ആഗ്രഹം വരും, 5 മണിയാകുമ്പോൾ ഇന്ന് എനിക്കിത് പറഞ്ഞു കൊടുക്കണമല്ലോ അവർക്ക് എന്ന് ഞാൻ ചിന്തിക്കും. അപ്പം ഞാൻ എൻ്റെ ചാൻറ്റിങ്ങും ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അതിന് തയ്യാറെടുപ്പ് നടത്താൻ ഞാൻ ശ്രമിക്കുക ചെയ്യുന്നത്, അല്ലാതെ ഞാനല്ല ശ്രമിക്കുക. അപ്പം എൻ്റെ ആഗ്രഹം ആരറിയും? ഭഗവാൻ അറിയും. അപ്പൊ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ആ പ്രാണനെ 5 തരത്തിലുള്ള പ്രാണനുണ്ട്. അപ്പം ഓരോ പ്രവൃത്തി ചെയ്യുന്നതും ആ പ്രാണന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും. അപ്പൊ ഭഗവാൻ ആ പ്രാണനെ മോട്ടിവേറ്റ് ചെയ്യും, എൻകറേജ് ചെയ്യും, അതിനെ ആക്ടിവേറ്റ് ആക്കും. എങ്കിൽ മാത്രമേ എനിക്കത് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടോ ഒന്നും എനിക്കത് ചെയ്യാൻ സാധിക്കില്ല. അപ്പം പ്രാണൻ ആ മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം എന്നിട്ട്
അപ്പോൾ എന്ത് ചെയ്യും? മനസ്സ് ആക്ടിവേറ്റ് ആകുമ്പോൾ മനസ്സിനോട് ബന്ധപ്പെട്ടാണ് ഇന്ദ്രിയങ്ങൾ ആക്ടിവേറ്റ് ആകും, അപ്പം ബുദ്ധി ആക്ടിവേറ്റ് ആകും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ തരത്തിലുള്ള പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് വിചാരിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഭഗവാന്റെ സഹായം കൊണ്ടേ എല്ലാം നടക്കുന്നുള്ളൂ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള തത്വം ഇതാണ്. നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ അത് ഭഗവാൻ ആ നിമിഷം അത് അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിൻ്റെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, അങ്ങനെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാനെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ പ്രാണനെ, വിവിധ തരത്തിലുള്ള പ്രാണനെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മളല്ല, ജീവാത്മാക്കളല്ല കർത്താവ്. മുഖ്യ കർത്താവ് ആരാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ജീവാത്മാവിനെ കർത്താവായിട്ട് പറയുന്നുണ്ട്. കാരണം എന്താണ്? ജീവാത്മാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് ഭഗവാൻ നമുക്കത് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നത്, ഇല്ലേ? നമ്മളുടെ ആ മുജ്ജന്മ കർമ്മത്തിന്റെ ഫലമായിട്ട് പൂർത്തീകരിക്കാതെ പോയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ് നമുക്കൊരവസരം തന്നിരിക്കുന്നത്. അതിന് ഉത്തരവാദി നമ്മളാണ്. അതുകൊണ്ടാണ് ജീവാത്മാവ് കർത്താവെന്ന് നമ്മൾ ചിലപ്പോൾ പറയുന്നത്. ചിലപ്പോൾ കാരണം ഭഗവാന്റെ ആ ഇച്ഛ കൊണ്ടേ ഇതെല്ലാം നടക്കുകയുള്ളൂ. അപ്പം ഭഗവാനാണ് മുഖ്യ കർത്താവെന്ന് നമ്മൾ പറയുന്നു. അപ്പം നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ വിവിധ പ്രവൃത്തികൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പം എല്ലാത്തിനും കാരണക്കാരൻ ആരാണ്? നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന, അന്തര്യാമിയായിട്ട് കുടികൊള്ളുന്ന പരമാത്മാവാണ് മുഖ്യ കാരണക്കാരൻ. അപ്പം നമ്മളുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ട് ഭഗവാൻ നമുക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ, ഭൗതികമായാലും ആധ്യാത്മികമായാലും നമുക്ക് അവസരങ്ങൾ തരുന്നത്, നമ്മളുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് അവസരങ്ങൾ തരുന്നത് ഭഗവാനാണ്. അതിനുള്ള ബുദ്ധിയും ഭഗവാൻ തരുന്നു. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഭഗവാനെ ആശ്രയിച്ചിട്ട് ഭഗവാനിൽ പരിപൂർണമായിട്ട് സമർപ്പിതരായിക്കൊണ്ട് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. അല്ലാതെ നമുക്ക് നമ്മളുടെ സ്വയം ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് വിജയത്തിൽ എത്താത്തത് അതുകൊണ്ടാണ്. ഭഗവത് സ്മരണയോടെ നമ്മൾ എല്ലാം ചെയ്യണം. ശരീരവാങ്മനോഭിർ യത് കർമ്മ പ്രാരഭതേ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവാ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ന്യായമായിക്കൊള്ളട്ടെ അന്യായമായിക്കൊള്ളട്ടെ, അതായത് തെറ്റോ ശരിയോ ആയിക്കൊള്ളട്ടെ, മനുഷ്യൻ തൻ്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും കാരണം ഈ 5 ഘടകങ്ങളാണ്. ഈ 5 ഘടകങ്ങൾ കൂടാതെ നമുക്കൊരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കില്ല. ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യായമായിട്ടുള്ള കർമ്മം നമ്മൾ പറയില്ലേ, ഇത് ന്യായമാണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നതാണ് അന്യായം എന്ന് പറയുന്നത്. അപ്പം ന്യായമായിട്ട്, അതായത് നീതിയായാലും അനീതിയായാലും എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും ഈ 5 ഘടകങ്ങൾ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മളുടെ ബുദ്ധി, അതായത് തലതിരിയുമ്പോൾ, അതായത് നമ്മളുടെ ബുദ്ധി അവികലമാകുമ്പോഴാണ് ഞാൻ എൻ്റേതെന്നുള്ള ഒരു സ്വാർത്ഥ മനോഭാവം നമ്മളുടെ ഉള്ളിൽ വരുന്നത്. അപ്പം ഞാനാണ് കർത്താവ്, ഞാനാണ് ഭോക്താവ് എന്നൊക്കെ ചിന്തിക്കുന്നത് അപ്പോഴാണ്. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യകൃത ബുദ്ധിത്വാൻ ന സ പശ്യതി ദുർമതി. അപ്പം ഈ 5 ഘടകങ്ങളെ നമ്മൾ കണക്കിലെടുക്കാതെ നമ്മൾ തന്നെയാണ് കർത്താവ് എന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരാള് ബുദ്ധിമാനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവർക്ക് കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ബുദ്ധിവിശേഷം അവർക്കുണ്ടാവില്ല. അവര് വസ്തുക്കളെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവും അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവില്ല. അവർ മൂഢരാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പം പരമാത്മാവ് തൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മങ്ങൾ നടത്തുന്നുവെന്ന് മൂഢന് അറിഞ്ഞുകൂടാ. സുഹൃത്തം സർവഭൂതാന ജ്ഞാത്വാമാം ശാന്തി മിച്ഛതി. നമ്മളുടെ ഉള്ളിലെ ഒരു വെൽവിഷറായിട്ട്, സുഹൃത്തായിട്ടാണ് ആര് കുടികൊള്ളുന്നത്? പരമാത്മാവ് കുടികൊള്ളുന്നത്. അപ്പൊ ആ പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയാണ് നമ്മളുടെ കടമ എന്ന് പറയുന്നത്. അത് നിത്യകർമ്മങ്ങളായാലും നൈമിത്തികങ്ങളായാലും. നിത്യകർമ്മങ്ങൾ പറഞ്ഞാൽ എന്താണ്? നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നു, തിരുനാമം ജപിക്കുന്നു, ഭക്തിയുടെ സേവനം ചെയ്യുന്നു, ശാസ്ത്രങ്ങൾ പഠിക്കുന്നു, ഇതെല്ലാം നിത്യകർമ്മങ്ങളാണ്.
അതായത് പിന്നെ നൈമിത്തിക കർമ്മങ്ങളായാലും, നൈമിത്തികം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നു, നമ്മളുടെ മാസത്തിലോ അല്ലെങ്കിൽ ഇടവേളകളിലോ അല്ലെങ്കിൽ വർഷത്തിലേക്ക് ഒരിക്കലോ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ജന്മാഷ്ടമി വർഷത്തിൽ ഒരിക്കലാണ് ആഘോഷിക്കുന്നത്, അത് നൈമിത്തിക കർമ്മമാണ്. അതുപോലെ ഏകാദശി വരുന്നുണ്ട് ഇല്ലേ, ആചാര്യന്മാരുടെ ആവിർഭാവ തിരോഭാവ തിഥി, ഇതൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ട്, അതൊക്കെ നൈമിത്തിക കർമ്മങ്ങളാണ്. അപ്പൊ ഇതൊന്നും ഉപേക്ഷിക്കരുത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കാരണം എന്താണ്? ഇതൊക്കെ ഹൃദയവിശുദ്ധി നേടിത്തരുന്നതാണ്. അങ്ങനെയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഭക്തിയുടെ സേവന പ്രക്രിയകളൊന്നും നമ്മൾ ഉപേക്ഷിക്കരുത് എന്ന് ഭഗവാൻ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം എന്താണ്? നമ്മളെ ഹൃദയം ശുദ്ധമാക്കുന്ന പ്രവൃത്തികളാണ് അതെല്ലാം. പക്ഷെ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഈ 5 ഘടകങ്ങൾ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. അതായത് ഭൗതിക കാരണങ്ങൾ എന്ന് പറയുമ്പം ശരീരം, കർത്താവ്, കാരണങ്ങൾ അതായത് ഇന്ദ്രിയങ്ങൾ, പ്രയത്നം എന്നിവയാണ്. എങ്കിലും ആത്യന്തികമായിട്ടുള്ള കാരണം ആരാണ്? ഭഗവാനാണ് എന്ന്, പരമദിവ്യാത്മ പുരുഷനായ ഭഗവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മേൽപ്പറഞ്ഞ 4 ഭൗതിക ഹേതുക്കളെ മാത്രം കർമ്മത്തിന് കാരണമായിട്ട് കാണരുത് എന്ന് പറയുന്നുണ്ട്. അപ്പം പരമവും കർമ്മക്ഷമവുമായ കാരണത്തെയും നമ്മൾ ഓർക്കണം. അത് ആ കാരണം എന്ന് പറയുന്നത് ആരാണ്? പരമാത്മാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ 5 ഘടകങ്ങളെ കണക്കിലെടുക്കാതെ ഞാനാണ് കർത്താവ്, ഞാനാണ് ഭോക്താവ്, ഞാനാണ് ആസ്വാദകൻ എന്ന് ചിന്തിക്കുന്ന ആള് ബുദ്ധിമാനല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കാര്യകാര്യങ്ങളെ തിരിച്ചറിയാനുള്ള സവിശേഷ ബുദ്ധി ഉണ്ടാവില്ല, അവരെ മൂഢന്മാരാണ് എന്ന് ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ട്. ശ്രീല പ്രഭുപാദരും നമ്മളോടത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ പരിപൂർണ വിശ്വാസത്തോടെയും ശ്രദ്ധയോടെയും നമ്മളെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് ആധ്യാത്മിക പുരോഗതിക്ക് നമ്മളെ നയിക്കുന്നതാണ്. അല്ലാതെ കർത്താഹം ഇതി മന്യതേ, ഞാനാണ് കർത്താവ്, അതുകൊണ്ട് ഇതിന്റെ ഫലം എനിക്ക് കിട്ടണം എന്ന ചിന്തയോടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ നമ്മൾക്ക് കുടുങ്ങി കിടക്കേണ്ടി വരും. യസ്യനാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സൈമാം ലോകാൻ ന ഹന്തി ന നിബധ്യതേ. അപ്പൊ ഇവിടെ ഭൗതിക പ്രകൃതിയുടെ 3 വ്യത്യസ്ത ഗുണങ്ങൾ അനുസരിച്ചിട്ട് 3 വിധത്തിലുള്ള ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയുണ്ട്. നമ്മളിപ്പം കഴിഞ്ഞ അധ്യായത്തിലൊക്കെ ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. സത്വം, രജസ്, തമസ്. നമ്മൾ ഈ ഭൗതിക ലോകത്തിന്റെ ഭൗതികതയിൽ വന്നു കഴിഞ്ഞാല് ത്രിഗുണങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാന് ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഈ ത്യാഗവും എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് ജ്ഞാനം, കർമ്മം, കർത്താവ്, അതും ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട് എന്ന് ഭഗവാൻ നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഭൗതിക പ്രകൃതിയിലെ ഗുണങ്ങളുടെ 3 വിഭാഗങ്ങളെ പറ്റി നമ്മൾ 14ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി. സത്വഗുണം തേജസ്കരവും, രജോ ഗുണം ഭൗതിക പ്രധാനവും, തമോ ഗുണം വിമുഖത, മന്ദത എന്നിവയും ഉണ്ടാക്കുന്നതാണ്. അപ്പം എങ്ങനെയാണെങ്കിലും ഈ ത്രിഗുണങ്ങൾ നമ്മളെ ഭൗതികമായിട്ടുള്ള ബന്ധനത്തിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മുക്തിദായകങ്ങളല്ല. സത്വഗുണം ഉണ്ടെങ്കിലും അവിടെയുമുണ്ട് ബന്ധനം. അപ്പൊ വ്യത്യസ്ത ഗുണപ്രധാനികളായാൽ വിഭിന്ന സ്വഭാവികളായ മനുഷ്യർ ആചരിച്ചു പോരുന്ന ഉപാസന ഭേദങ്ങളെ 17ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു. ത്രിഗുണങ്ങൾക്കനുസരിച്ചിട്ട് ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയ്ക്ക് വരുന്ന വ്യത്യാസത്തെ കുറിച്ചിട്ടാണ് ഇനി ഭഗവാൻ പറയാൻ തുടങ്ങുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.